ഇത് മനസ്സിലാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ അയാളുടെ ജീവിതം നശിച്ചു എന്ന് തന്നെ പറയാം ശരിക്കും. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണിത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പ്രധാനമായിട്ട് രണ്ട് മനസ്സുകളാണ് ഉള്ളത്. സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്. മലയാളത്തിൽ പറഞ്ഞാൽ ബോധ മനസ്സ്, ഉപബോധ മനസ്സ്. ബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഡ്രസ്സ് ധരിക്കുന്നത്, ആളുകളുടെ മുന്നിൽ പോകുമ്പോൾ മാന്യമായി നിൽക്കുന്നതൊക്കെ ബോധത്തിലാണ്. അത് നിങ്ങൾക്ക് അത് ഒരു എക്സാമ്പിൾ തന്നെ മനസ്സിലാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേസമയം ഉള്ളിലുള്ള നമ്മുടെ കുറച്ചും കൂടി ഉപബോധമായിട്ട്, അത് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള മനസ്സെന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സാണ്, സബ് കോൺഷ്യസ് മൈൻഡാണ്. അപ്പം നമ്മുടെ ഈ അഡിക്ഷനുകളെല്ലാം, ഏത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പല രീതിയിലുള്ള അഡിക്ഷൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ അഡിക്ഷനുകളെല്ലാം ഫീഡാവുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. അതായത് അതിൻ്റെ പ്രസക്തിയാണ് ഞാൻ സംസാരിക്കുന്നത്. 88% സബ് കോൺഷ്യസ് മൈൻഡിനും വെറും 12% മാത്രമാണ് കോൺഷ്യസ് മൈൻഡിന് അതിന് റോളുള്ളൂ. ഈ കോൺഷ്യസ് വെച്ചിട്ടാണ് പല ആളുകളും ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഹെൽപ്പ് തേടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡിക്ഷൻസിൽ.